വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ തൈര് സാദം ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് വെച്ചാൽ തൈര് കൂട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പാൽ കൂടി അതിൽ കൂടി മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഉച്ചയാകുമ്പോഴത്തേനും അത് പുളി വരും. അപ്പോൾ അത് പുളിക്കാതിരിക്കാനാണ് പാൽ കൂട്ടിയിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തൈര് മാത്രം മിക്സ് ചെയ്താൽ മതി. പുളിക്കാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി വേനൽക്കാലമാണല്ലോ വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൈര് സാദം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. വേറെ കറികളൊന്നും ആവശ്യമില്ലല്ലോ. ഇതിലേക്ക് വറുത്തിടാനായിട്ട് കടുക്, മുളക്, കടലപ്പരിപ്പ്, ഉഴുന്ന്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കായം പൗഡർ, പിന്നെ കറിവേപ്പില, പച്ചമുളകും മല്ലിയിലൊക്കെ നമുക്ക് വറുക്കാൻ ആവശ്യമില്ല. ചോറിലേക്ക് തന്നെ കൂട്ടാം. പൊന്നി അരി കൊണ്ടാണ് ചോറ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതാവാം. ഇല്ലെങ്കിൽ നമ്മുടെ മട്ടരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല വെന്ത ചോറ് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അത് ഞാൻ ചോറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. തൈരും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ തൈരാണ്. അപ്പോൾ ചോറ് നമ്മൾ ഒന്നും കൂടി ഉടച്ചു കൊടുക്കണം. ഒന്നുകൂടി ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം. അതുപോലെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം. പിന്നെ ഞാൻ 2 പച്ചമുളക് എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ ചീനിമുളകാണ്. അതും ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്രീമി സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വറുത്തിടാനുള്ളതാണ് ആവശ്യം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കടുക്, ഉഴുന്ന്, അതുപോലെ തന്നെ കടലപ്പരിപ്പും ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. അതുപോലെ വറ്റൽമുളക് 2 എണ്ണം, കുറച്ച് കറിവേപ്പിലയും, അത് പൊട്ടിയതിന് ശേഷം കുറച്ച് കായം പൗഡറും നമുക്ക് ചേർത്തിട്ട് ആ വറുത്തിട്ടത് നമ്മുടെ തയ്യാറാക്കിയ ചോറിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതുപോലെ ഈ വറുത്തിടുന്ന സമയത്ത് നമ്മുടെ കൊണ്ടാട്ടമുളകും വറുത്ത് ചോറിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ നല്ലതാണ്. അതുപോലെ ഇടയ്ക്ക് ഈ ചോറിൻ്റെ കൂടെ കടിക്കുമ്പോൾ അതൊരു രസമാണ്. ചോറിൽ മാതള നാരങ്ങയും ക്യാരറ്റും നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് ചേർക്കാം. നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടാനായിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാനായിട്ട് മുളക് കൊണ്ടാട്ടം, നല്ല എരിവുള്ള അച്ചാറുകൾ ഏതെങ്കിലും മാങ്ങച്ചാറോ എന്തെങ്കിലും അച്ചാറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. നമ്മൾ രാവിലെ ഇത് തയ്യാറാക്കി വെക്കുകയാണ്. ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് വെച്ചാൽ കുറച്ച് പാൽ കൂടെ ചേർക്കണം. തൈര് പുളിക്കാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ തൈര് സാദം നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാൽ വരൂ നമുക്ക് കഴിക്കാം കേട്ടോ. മാങ്ങാച്ചാറാണ് ഞാൻ എടുത്തേക്കാം.